നമസ്കാരം കൂട്ടുകാരെ. എനിക്ക് ആഴ്ചയിൽ 1-2 ദിവസം നിർബന്ധമായിട്ടും കഞ്ഞിയും പയറും കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനപ്പോൾ മാക്സിമം അത് കഴിക്കാൻ നോക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇലക്കറികൾ. അപ്പോൾ ഇന്നലെ ഞാൻ ഗ്രോസറി പോയി എനിക്ക് നല്ല പച്ച ഫ്രഷ് പിടയ്ക്കണ ചീര കിട്ടി. നല്ല ഫ്രഷായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി തന്നെ കഴുകി ഒന്നുകൂടെ വെള്ളത്തിൽ വെച്ചുകൊണ്ട് നല്ല ഫ്രഷായിട്ട് കിട്ടി. അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞു. പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലേ കഞ്ഞിയും പയറും ഒന്നിച്ചുണ്ടാക്കി തന്നെ. അപ്പോൾ അതൊക്കെ ഒരു കാര്യമല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മ വന്നു. അങ്ങനെ പയറും കഞ്ഞിയും ഒന്നിച്ചുണ്ടാക്കി. പിന്നെ എന്താ പറയുക, ചീര ചട്ടി നിറച്ചും ഉണ്ടാക്കി. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ കുറച്ചായിരുന്നു, ഫുള്ള് ഞാൻ കഴിച്ചു. ചീര വേവാൻ വെച്ച ഗ്യാപ്പിൽ പച്ചമാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. പച്ചമാങ്ങയും തേങ്ങയും ഇഞ്ചിയും പച്ചമുളകിട്ട് ഒരു ക്രഷ്. അപ്പോൾ ഒരു മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി റെഡി ആക്കി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചീര വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി ഒരുപാട് വേവിച്ച് കളയരുത് കേട്ടോ, ചീരയുടെ ഗുണം പോകും. സംഭവം എല്ലാം റെഡി ആയിട്ടും നല്ല വിശപ്പുണ്ട്. പിന്നെന്താ, ഡ്രസ്സ് മാറി കയ്യോടെ വന്നിട്ട് ചമ്മന്തിയും ഉപ്പിലിട്ട മാങ്ങയല്ല കേട്ടോ ഇത്. എനിക്ക് ഫുജേറെന്ന് ചങ്ങായി വന്നപ്പോൾ കൊണ്ടുതന്നാണ് കണ്ണിമാങ്ങ അച്ചാറാണത്. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഉണക്കമീനും പിന്നെ ചങ്ങായി കൊണ്ടുപോയി തന്നെ കാന്താരി മുളക് ഉണക്ക എല്ലാം കൂടിയിട്ട് 1.5 കഴിക്കൽ. മാഷാഅല്ലാ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചീരത്തോരൻ ഫുള്ള് ഞാൻ കഴിച്ചു. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് ഒട്ടും ബാക്കി വെച്ചില്ല. കാരണം കഞ്ഞിനക്കായും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് തോരനാണ്. അപ്പോൾ ഫുജേറയിൽ വന്നാൽ കഴിച്ചിട്ട് പോവാം.